സുവിശേഷ പ്രഘോഷകനെ ഇസ്ലാം മതവിശ്വാസികൾ അതിക്രൂരമായി മർദ്ദിച്ചതായി റിപ്പോർട്ടുകൾ. കിഴക്കൻ ഉഗാണ്ടയിലാണ് സംഭവം. 41-കാരനായ റോബർട്ട്സൺ എറിയറ്റ് എന്ന സുവിശേഷ പ്രഘോഷകനാണ് മർദ്ദനമേറ്റത്. അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്ന കെഫ മുഖിയ എന്നയാൾ ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്: ബുസിയ ടൗണിലുള്ള നിരവധി വീടുകളിൽ ചെന്ന് യേശുവിനെ നൽകിയ ശേഷം ഇസ്ലാം മതവിശ്വാസിയായ ഷെയ്ഖ് ഖലിമു എന്നയാളുടെ വീടിന് മുന്നിലെത്തിയ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരനോട് അകത്തേക്ക് കടത്തിവിടാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു തടസ്സവും പറയാതെ കയറ്റിവിട്ടെന്നും കെഫ പറഞ്ഞു. ക്രിസ്തുവിനെ നൽകാൻ വന്നവരാണ് ഞങ്ങളെന്ന് മനസ്സിലാക്കിയ ഷെയ്ഖ് ഖലിമു അസഭ്യം പറയുകയും ഇവർ നമ്മളുടെ ആളുകളെ മതം മാറ്റുന്നവരാണ് എന്ന് ആക്രോശിക്കുകയും വീടിനകത്തുള്ള തന്റെ ബന്ധുക്കളോട് ഞങ്ങളെ മർദ്ദിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഉടൻ തന്നെ വീട്ടിനുള്ളിൽ നിന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നിരവധി ആളുകൾ ഞങ്ങളെ ലക്ഷ്യം വെച്ച് വന്നതായും കഫ വെളിപ്പെടുത്തി. അവരുടെ ലക്ഷ്യം ഞങ്ങളുടെ ജീവൻ എടുക്കുക എന്നതായിരുന്നതിനാൽ ഞങ്ങൾ അവിടെ നിന്നും രക്ഷപ്പെടാൻ തീരുമാനിച്ചു. ഗേറ്റ് അടച്ചതിനാൽ മതിൽ ചാടുകയായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ റോബർട്ട്സണിന് അതിന് സാധിച്ചില്ലെന്നും അദ്ദേഹം അക്രമികളുടെ കൈകളിൽ പെടുകയും ചെയ്തു. തുടർന്ന് അവരുടെ വിചാരണയാണ് അവിടെ നടന്നത്. തന്റെ സുഹൃത്തിനെ അതിക്രൂരമായി മർദ്ദിക്കുന്നത് പുറത്തുനിന്ന് സാക്ഷ്യം വഹിച്ച കെഫ സഹായത്തിനായി ഉച്ചത്തിൽ നിലവിളിച്ചു. അതിന്റെ ഫലമായി പ്രദേശത്തെ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ അവിടേക്കെത്തി. അതുകൊണ്ട് അബോധാവസ്ഥയിൽ രക്തത്തിൽ കുളിച്ചു കിടന്ന റോബർട്ട്സണിനെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു. മർദ്ദനത്തിൽ തലയിൽ വളരെ ആഴത്തിലുള്ള മുറിവുകളും ഇടത് കൈയുടെ എല്ലിന് പൊട്ടലും ശരീരമാസകലം ചതവുകളും സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കായുള്ള പണം കണ്ടെത്താൻ ഭാര്യ ബുദ്ധിമുട്ടുകയാണ്. കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു റോബർട്ട്സൺ. ഒരാൾക്ക് ഇഷ്ടപ്പെട്ട വിശ്വാസം പ്രചരിപ്പിക്കാനും ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാനും അവകാശമുള്ള രാജ്യമാണ് ഉഗാണ്ട.